ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം ദൈവത്തെ പൂർണ്ണമായിട്ട് അറിയുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. നമുക്കറിയാം, അറിയുന്ന ഒന്നിനെ മാത്രമേ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അമ്മയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? അവരെ നമുക്ക് അറിയാം. എത്രമാത്രം ഒരു വ്യക്തിയെ അറിയുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അത്രമാത്രം എനിക്ക് അവരെ സ്നേഹിക്കാനായിട്ട് പറ്റും. സ്നേഹിക്കണമെങ്കിൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും. ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരേ ഒരു കാരണം, ദൈവത്തെ അറിയാനായിട്ട് ഇന്നോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈശോ പിതാവിനെ സ്നേഹിച്ചു, അല്ലേ? കാരണം പിതാവിനെ അവന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത് കേട്ടുകൊണ്ട് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചത്. ആ പിതാവിനെ മറ്റുള്ളവർക്ക് അവൻ പങ്കുവെച്ചു കൊടുത്തത് അവന് കൃത്യമായിട്ട് പിതാവിൻ്റെ സ്നേഹം അറിയാമായിരുന്നു. പിതാവിനെ വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയുവാനായിട്ട് അവന് സാധിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു ബന്ധമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയുവാനായിട്ട് ദൈവത്തെ എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? ദൈവത്തെക്കുറിച്ച് ആരാണ് എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്? ഈശോ പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം വായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. വചനത്തിലൂടെ മാത്രമേ എനിക്ക് ദൈവത്തെ അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്വസ്ഥമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നൊന്നിരുന്നാൽ മാത്രമേ എനിക്ക് അവനെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും അവന് വേണ്ടി ഞാൻ മാറ്റിവെക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, പലപ്പോഴും ഈ ഒരു അറിവ് നമുക്ക് കുറഞ്ഞു പോവുക. അറിയാനായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടംപോലെ സഭ നമുക്ക് നൽകുന്നുണ്ടല്ലേ, പക്ഷെ നമ്മളത് ഏറ്റെടുക്കുന്നില്ല. നമുക്കത് വേണ്ട എന്നുള്ള ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോവുക. സ്നേഹമുള്ളവരെ, ദൈവത്തെ അറിയാനായിട്ട് പരിശ്രമിക്കണം. അവൻ്റെ വചനം വായിക്കാനായിട്ട് പറ്റണം. സ്വസ്ഥമായിട്ട് അവൻ്റെ മുൻപിലിരുന്ന് ഒന്ന് ധ്യാനിക്കാനായിട്ട് പറ്റും. അവൻ നമ്മളോട് പറയും. അവൻ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാം. അതിന് അവനെ മനസ്സിലാക്കിക്കൊണ്ട് അവന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മാറ്റി ഈശോയെ പോലെ പിതാവിനെ സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുക. വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പോലെ പിതാവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട്, ആ പിതാവിന് വേണ്ടി, ആ ദൈവത്തിന് വേണ്ടി സഹനങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും. അതുകൊണ്ട് നമുക്കും ദൈവത്തെ സ്നേഹിക്കാം, അവനെ മനസ്സിലാക്കാം, അവനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിതയാത്ര പൂർത്തിയാക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.